ഫൈനൽ ഡെസ്റ്റിനേഷൻ 6 എന്നുള്ള സിനിമയുടെ മിഡ് നൈറ്റ് പ്രീമിയർ കാണാൻ വേണ്ടി PVR ലുലു മോൾ സ്ക്രീൻ 6 വന്നിരിക്കുകയാണ്. റീസെന്റ് ഇവിടുത്തെ പ്രൊജക്ഷൻ 4K ലേസറായിട്ട് അപ്ഗ്രേഡ് ചെയ്തു. ബാർകോഡ് SP 4K35 എന്ന് പറഞ്ഞ പ്രൊജക്ടറാണ് ഇപ്പോൾ ഇവിടെ വെച്ചിരിക്കുന്നത്. ലേസർ പ്രൊജക്ഷന് വേണ്ടിയുള്ള സ്ക്രീനായിട്ട് അപ്ഗ്രേഡ് ചെയ്തിട്ടില്ല. പക്ഷേ വളരെ മോശം ഒരു അനുഭവം ഇന്ന് PVR ലുലു സ്റ്റാഫിൽ നിന്നും ഉണ്ടായി. അതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങൾ ഓൾറെഡി തിയേറ്ററിനകത്തേക്ക് കയറുന്ന ടൈമിൽ ടിക്കറ്റ് കാണിക്കുകയും ഫുൾ ബോഡി ചെക്കപ്പൊക്കെ ചെയ്തിട്ടാണ് കയറുന്നത്. ഇത് എയർപോർട്ടൊന്നുമല്ല, എന്നാലും നമ്മളിതിന് നിന്ന് കൊടുക്കാറുണ്ട് ഒക്കെ അവർ പറയുന്നതൊക്കെ അനുസരിച്ച് നമ്മൾ കയറാറുണ്ട്. ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ സ്ക്രീൻ 6 ഫ്രണ്ടിൽ ചെന്ന് അകത്തോട്ട് കയറുന്ന മുന്നേ വീണ്ടും നമ്മളോട് ടിക്കറ്റ് കാണിക്കാൻ പറഞ്ഞു. അപ്പം ഞാൻ അവരോട് പറഞ്ഞു, ബ്രോ ഓൾറെഡി നമ്മളവിടെ ഫ്രണ്ടിൽ ചെക്ക് ചെയ്തിട്ടല്ലേ കയറ്റുന്നത്, വീണ്ടും ഇത് കാണിക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് പറയുമ്പോൾ ഇവൻ ഭയങ്കര റൂഡായിട്ട് എന്നോട് പെരുമാറി. ഇതിന് സാക്ഷി ഒരുപാട് പേര് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഉൾപ്പെടെ അല്ലാതെ അവിടെ നിന്നേച്ചവരൊക്കെ ഉണ്ട്. എന്നോട് മാത്രമല്ല വേറെയും ഒരുപാട് പേരോടും വളരെ റൂഡായിട്ടാണ് പെരുമാറിയെന്നുള്ളത് എന്നോട് ഇൻ്റർവെൽ ആയപ്പോഴും കുറച്ച് പേര് വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് വളരെ ശോകം തന്നെയാണ്, വളരെ ശോകമാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിൻ്റെ ഒന്നും ചിലവിലല്ല ഞങ്ങളവിടെ സിനിമ കാണാൻ വരുന്നത്. ഞങ്ങൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസയ്ക്ക് ടിക്കറ്റ് എടുത്ത് അവിടെ വരുമ്പോൾ മിനിമം ഒരു മര്യാദ ആവുക. നിൻ്റെ പ്രീമിയം സർവീസും കിണ്ടിയൊന്നും കിട്ടിയില്ലെങ്കിൽ പോലും നിൻ്റെ വായിക്കണ കേൾക്കേണ്ട ആവശ്യം ഞങ്ങൾക്കില്ല. അത് എനിക്കൊന്ന് പറയണമെന്നുണ്ട്. നിങ്ങൾ അവിടെ മാനേജ്മെൻറ്റുള്ള ആൾക്കാരാരെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ CCTV ഉണ്ടല്ലോ ഒന്ന് എടുത്ത് നോക്ക്. ഞങ്ങളടുത്ത് പെരുമാറിയ രീതി നിങ്ങൾ സ്വയം കണ്ടു നോക്ക്. സ്പീച്ച് റെക്കഗ്നിഷൻ ചിലപ്പോൾ കിട്ടുമായിരിക്കില്ലേ, കേട്ട് നോക്ക് എന്താണ് അവൻ പറഞ്ഞതെന്നുള്ളത്. ഞാൻ ആ സമയത്ത് ക്യാമറയും പിടിച്ച് അവൻ്റെ അണ്ണാക്കി പിടിച്ചു വെച്ചുകൊണ്ടിരിക്കണതല്ല. അതുകൊണ്ട് എനിക്കത് നിങ്ങളിപ്പോൾ കാണിച്ചു തരാൻ പറ്റുന്നില്ല. പക്ഷേ സാക്ഷിയിലായിട്ട് വേറെ ആൾക്കാരുണ്ട്. അവൻ്റെ ആറ്റിറ്റ്യൂഡ് കണ്ടപ്പോൾ എനിക്ക് തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ രാത്രി 12 മണിക്ക് അവനെ അവിടെ വർക്ക് ചെയ്യാൻ താല്പര്യം ഉണ്ടായില്ല. ആരും നിർബന്ധിച്ച് അവനെ നിർത്തിയിട്ട് അവൻ വേണേ കണ്ടിട്ട് പോടാ പുല്ല് എന്നുള്ള രീതിയിലുള്ള ഒരു ആറ്റിറ്റ്യൂഡ് തന്നെയായിരുന്നു. ഞാൻ അത്രയും മോശം എന്തെങ്കിലും ഒരു ആറ്റിറ്റ്യൂഡ് ആരുടെയെങ്കിലും ഭാഗത്ത് ഉണ്ടായാൽ മാത്രമേ ഞാൻ അതിനെപ്പറ്റി വീഡിയോയിൽ വന്ന് പറയാറുള്ളൂ. ഇത് അത്രയും മോശമായതുകൊണ്ടാണ് ഞാനിതിവിടെ പറയുന്നത്. എനിക്ക് തിരിച്ച് പറയാറിയാൻ പാടാഞ്ഞിട്ടല്ല, ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ എൻ്റെ മൂഡ് പോവും. ഞാൻ സിനിമ കാണാൻ വന്നിരിക്കുന്നത് എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയിട്ടാണ്. അതും ഈ രാത്രി 11:59 ഷോ ഒക്കെ കാണാൻ വേണ്ടി ഞാനിവിടെ മഴയുണ്ടായിട്ടും കാറും പിടിച്ച് അവിടെ പാർക്കിംഗ് ഫീസും കൊടുത്ത് മുകളിൽ വരുന്നത് സിനിമ എന്നുള്ള എൻ്റർടൈൻമെൻറ്റിനോട് ഇഷ്ടമുള്ളതുകൊണ്ടാണ്, അല്ലാണ്ട് വേറൊന്നും കൊണ്ടിട്ടല്ല. അതുകൊണ്ടാണ് ഞാൻ അവിടെ ഒരു പ്രോബ്ലം ഉണ്ടാക്കുന്നത്. കാരണം ആ ഒരു മൂഡും വെച്ചിട്ട് ഞാൻ ബാക്കി പോയിരുന്ന എൻ്റെ സിനിമ കൊളാവും. അതുകൊണ്ടാണ് ഞാൻ ചെയ്യാഞ്ഞത്. അപ്പോൾ ഇത് കാണുന്ന PVR ലുലു മോളിലെ മാനേജ്മെൻറ്റിനോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ അടുത്ത് നിന്ന് പൊതുവെ അവിടുത്തെ സ്റ്റാഫിൽ നിന്ന് വളരെ വളരെ ചുരുക്കമേ മോശം അനുഭവം ഉണ്ടാവാറുള്ളൂ. അതും ഞാൻ പറയണം. പക്ഷേ ഇവൻ ആ കാണിച്ചത് മഹാമോശം കച്ചറ ആറ്റിറ്റ്യൂഡായിരുന്നു. എനിക്കവിടെ പ്രശ്നം ഉണ്ടാക്കാൻ അറിയാൻ പറഞ്ഞിട്ടല്ല, ഞാൻ പ്രശ്നം ഉണ്ടാക്കാൻ വരുന്ന ആളല്ല. അതുകൊണ്ടാണ് ഞാനതങ്ങനെ ചെയ്യാഞ്ഞത്. എൻ്റെ കൂടെ ഉണ്ടായിരുന്ന മറ്റുള്ള കുറച്ച് ആളുകൾക്കും അത് ഇഷ്ടപ്പെട്ടില്ല. അവരും പറഞ്ഞു എന്ത് മൊടയാണ് ഇവന്മാർ കാണിക്കണമെന്നുള്ളത് അവരും പറഞ്ഞു. എനിക്കും തന്നെ പറയാനുള്ളത്, വൻ മൊടയായിരുന്നു അവൻ. ഭയങ്കര ശോകമായ രീതിയിലാണ് ഞങ്ങളോട് സംസാരിച്ചത്. എന്നോട് പേഴ്സണലി സംസാരിച്ച കാര്യം കൂടിയാണ് ഞാനിവിടെ പറയുന്നത്. വളരെ മോശമാണ്. നിങ്ങളുടെ അവിടുത്തെ ആ ഒരു തിയേറ്റർ നല്ല രീതിയിൽ അപ്ഗ്രേഡൊക്കെ ചെയ്ത് അടിപൊളി ആയിക്കഴിഞ്ഞാൽ എനിക്ക് ഗുണമുള്ളൂ. കാരണം എനിക്ക് ഈ ഫോറം മോൾ മരട് വരെ പോകേണ്ട ആവശ്യം ഉണ്ടാവില്ല. എനിക്ക് കുണ്ടന്നൂർ അവിടം വരെ പോകാൻ 9 കിലോമീറ്റർ അടുത്തുണ്ട്. എനിക്ക് ഇവിടെ അവിടം വരെ പോകണമില്ല. എൻ്റെ വീട്ടിൽ നിന്ന് 2 കിലോമീറ്റർ കഷ്ടമുള്ളൂ ലുലു മോളിലേക്ക്. എനിക്കിവിടെ വന്ന് പടങ്ങാൻ തന്നെ താല്പര്യം. എനിക്ക് എന്താ പറയുക, വേറെ കുഴപ്പമൊന്നുമില്ല കൂടുതൽ ഡീസൽ അടിച്ച് അവിടം വരെ പോകുക എന്നുള്ളത്. എനിക്കിവിടെ കാണണമെന്ന് ആഗ്രഹം. അതുകൊണ്ടാണ് ഞാനിവിടെ കിടന്ന് കരയുന്നത്. ഞാൻ ഇതിന് മുന്നേ പറഞ്ഞിട്ടുണ്ട്, ഇവിടെ തിയേറ്റർ നന്നാവാൻ വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരാൾ ഞാനായിരിക്കും. ഞങ്ങളെപ്പോലെ ഒരുപാട് പേരുണ്ട് ഇത് നന്നായി കണ്ടിട്ട് അവിടെ എല്ലാ സിനിമകളും കാണണമെന്ന് ആഗ്രഹിക്കുന്നത്. ഇത്രയും പ്രശ്നങ്ങൾ നടക്കുന്നതിൻ്റെ ഇടയിൽ കൂടാണ് ഇവൻ്റെ ഇങ്ങനത്തെ ഇതുപോലെയുള്ള ആൾക്കാരെ, ഞാൻ ഒരാളെ പറയുന്നുള്ളൂ, ഇതുപോലുള്ള ഒരുത്തം മതി മൂഡ് കളയാനായിട്ട്. അത് ഞാൻ അവിടെ തുറന്നു പറയണം. അത്രയും ശോകമുണ്ട്, ഞാൻ തുറന്നു പറയുന്നത്. അത്രയും ശോക ആറ്റിറ്റ്യൂഡായിരുന്നു എൻ്റെ. നീണ്ട 14 കൊല്ലത്തെ ഇടവേളയ്ക്ക് ശേഷം ഇന്ദുചൂടനല്ല, ഫൈനൽ ഡെസ്റ്റിനേഷൻ്റെ 6th പാർട്ട് മൂവി റിലീസ് ചെയ്തിരിക്കുകയാണ്. ഇതിന് മുന്നേ ഫൈനൽ ഡെസ്റ്റിനേഷൻ 5th മൂവി വന്നത് 2011 അപ്പോൾ ഈ ഫ്രാഞ്ചൈസിൽ ഇതിന് മുന്നേ 5 പടങ്ങളുണ്ട്. ഫസ്റ്റ് പടവും 3rd പടവും ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് ജെയിംസ് വോങ് എന്ന് പറഞ്ഞ ഡയറക്ടറാണ്. ജെയിംസ് വോങ് തന്നെയല്ലേ ഡയറക്ടറുടെ പേര്? അതെ. 2nd 4th ഡയറക്റ്റ് ചെയ്തേക്കുന്നത് ഡേവിഡ് R. എല്ലിസ് എന്ന് പറഞ്ഞ ഡയറക്ടറാണ്. 5th വൺ ഡയറക്റ്റ് ചെയ്ത സ്റ്റീവൻ ക്വെയിൽ എന്ന് പറഞ്ഞ ആളും 6th, അതായത് ഇന്ന് ഞാൻ കണ്ട സിനിമ ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് ഇന്നലെ കണ്ട പടം ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് സാക്ക് ലിപ്പോവ്സ്കി, ആഡം സ്റ്റീൻ എന്ന് പറഞ്ഞ 2 പേര് കൂടിയാണ്.
ഇന്നിപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് വ്യാഴാഴ്ചയാണ്. ഞാൻ ഈ സിനിമ കണ്ടത് ബുധനാഴ്ച രാത്രി 11:59 ഷോ ആണ്. വേൾഡ് പ്രീമിയർ എന്നുള്ള രീതിയിലാണ് ഈ ഷോ നടത്തിയത്. അപ്പോൾ ഇത് സെലക്റ്റഡ് തിയേറ്ററുകളിൽ മാത്രം ഉണ്ടായിരുന്നു, വനിതയിലൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ സിനിമയുടെ ടൈറ്റിൽ കാർഡ് ഫോട്ടോ എടുക്കണമെന്നുള്ള ആൾക്കാർക്കായിട്ട് പ്രത്യേകം എടുത്ത് പറയണേ, സിനിമ തീരാൻ നേരത്ത് ലാസ്റ്റാണ് സിനിമയുടെ ടൈറ്റിൽ കാർഡ് കാണിക്കുന്നത്, ലാസ്റ്റ് സീനിൽ. അപ്പോൾ അത്ര നേരം ഫോൺ വാങ്ങി വെക്കണ്ട, ലാസ്റ്റാണ് ടൈറ്റിൽ കാർഡ്, അപ്പം എടുത്ത് ഫോട്ടോ എടുത്താൽ മതി. അതാദ്യമേ പറയണേ. ഇതൊരു ഫിലിംഡ് ഫോർ ഐമാക്സ് മൂവിയാണ്. എന്നിട്ട് അത് അവസ്ഥ എന്താണെന്ന് അറിയാമോ, ഇന്ത്യയിൽ ഒരൊറ്റ ഐമാക്സിൽ ഈ സിനിമ റിലീസില്ല. അത് ഭയങ്കര ശോകമായ ഒരു സംഭവമാണ്. ഫിലിംഡ് ഫോർ ഐമാക്സ് പടം, യൂസിങ് ഐമാക്സ് ക്യാമറാസ് എടുത്ത ഒരു സിനിമ, എന്നിട്ട് ഇന്ത്യയിൽ ഒരൊറ്റ ഐമാക്സിൽ റിലീസില്ല. കാരണം എന്താണെന്നുള്ളത് ഇപ്പോഴും വ്യക്തമായിട്ടില്ല. 2 ദിവസങ്ങൾക്ക് ശേഷം മിഷൻ ഇമ്പോസിബിൾ ഫൈനൽ റെക്കനിങ് എന്നുള്ള 8ാമത്തെ സിനിമ, ലാസ്റ്റ് പടം റിലീസാവുന്നുണ്ട്. അതും വേൾഡിന് എല്ലായിടത്തും റിലീസ് ചെയ്യുന്നതിന് മുന്നേ 7 ദിവസം മുന്നേ ഇവിടെ റിലീസ് ചെയ്യുന്നുണ്ടെന്നൊക്കെയാണ് പറഞ്ഞുകൊണ്ടാണ് അത് വരുന്നത്. അത് വന്നപ്പോൾ നടന്നതെന്ന് വെച്ചാൽ ടോമണ്ണം വന്നപ്പോൾ നമുക്ക് ഫൈനൽ ഡെസ്റ്റിനേഷൻ ഐമാക്സിൽ നഷ്ടപ്പെട്ടു എന്നുള്ള ഒരു ടൈപ്പ് അവസ്ഥയാണ്. അതും 2 ദിവസം കഴിഞ്ഞിട്ട് റിലീസ്, ശരിക്കും പറഞ്ഞാൽ 3 ദിവസം ഒരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു ഇതിൻ്റെ ഇടയിൽ. അപ്പോഴെങ്കിലും ഇവർക്ക് ഈ സിനിമ പ്ലേ ചെയ്യാമായിരുന്നു എന്നാണ് എൻ്റെ അഭിപ്രായം. പക്ഷേ ഒരൊറ്റ തിയേറ്ററിലും ഐമാക്സിൽ ഇന്ത്യയിൽ ഒരിടത്ത് പോലും ഈ സിനിമ ഇവർ സ്കെഡ്യൂൾ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ഭയങ്കര ശോകം തന്നെ. ഒന്നും പറയാനില്ല എനിക്ക് ആ കാര്യത്തിൽ. ഭയങ്കര ഡിസപ്പോയിൻറ്റഡ് ആണ്. ഈ സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നിയതും ഇത് ഐമാക്സിൽ കാണണമായിരുന്നു എന്നാണ്. കാരണം എക്സ്പാൻഡഡ് ആസ്പെക്ട് റേഷ്യോ ഫുട്ടേജ് ഉള്ള ഒരു സിനിമയും കൂടിയാണ്. ഏകദേശം 45 മിനിറ്റ്സ് എന്തോ ആ ഒരു എക്സ്പാൻഡഡ് ഫുട്ടേജിൽ എടുത്ത ഒരു സിനിമ. ഇതിൻ്റെ ട്രെയിലർ ഞാൻ തണ്ടർ ബോൾസ് കാണാൻ പോയപ്പോഴേക്കും ഐമാക്സ് കൊച്ചി വിത്ത് ലേസറിൽ കണ്ടതാണ്. കിടിലൻ ട്രെയിലറായിരുന്നു. എന്ത് പറയാൻ, ആരോട് പറയാൻ, അങ്ങനത്തെ ഒരു അവസ്ഥ. അപ്പോൾ ഐമാക്സ് ഇല്ലാത്ത സ്ഥിതിക്ക് പിന്നെ നെക്സ്റ്റ് ബെസ്റ്റ് തിയേറ്റർ എന്താണെന്നുള്ളത് തപ്പുക എന്നുള്ളതായിരുന്നു എൻ്റെ ഒരു സംഭവം. അത് ഞാൻ തപ്പിയെടുത്തപ്പോഴേക്കും നോക്കിയപ്പോഴേക്കും PVR ഫോറം മോൾ PXL പിന്നെ PVR ലുലു സ്ക്രീൻ 6 എനിക്ക് ഓപ്ഷൻ ഉണ്ടായിരുന്നു, ലേസർ 4K വിത്ത് അറ്റ്മോസ് ഉള്ള തിയേറ്ററിൽ. അതിലും PVR PXL അവരൊരു പരിപാടി കാണിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം 220 റുപ്പീസാണ് ടിക്കറ്റ്, പിന്നെ അത് കയറി 330 വരെ എത്തി. അതുമാത്രമല്ല PXL ഈ സിനിമ ഫുൾ സ്ക്രീൻ അല്ല, ഈ സിനിമ ഐമാക്സിൽ മാത്രമേ നിങ്ങൾക്ക് ഫുൾ സ്ക്രീനായിട്ട് എക്സ്പാൻഡഡ് ആസ്പിറേഷൻ കാണാൻ പറ്റുള്ളൂ 1.90:1. അപ്പോൾ PXL നമ്മൾ കൂടുതൽ പൈസയും കൊടുക്കണം, എന്നിട്ട് ബ്ലാക്ക് ബാർ കാണേണ്ട അവസ്ഥ. മുകളിലടിയിൽ എന്തായാലും ബ്ലാക്ക് ബാർ ഉണ്ടാവും, ലെറ്റർ ബോക്സിങ് ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ഞാൻ അവിടെ പോകണ്ടെന്ന് തീരുമാനിച്ചിട്ട് ഫുൾ സ്ക്രീനായിട്ട് മുഴുവനായിട്ട് സ്കോപ്പ് റേഷ്യോയിലാണെങ്കിൽ തന്നെ ഫുൾ സ്ക്രീൻ ഓടുകൂടി കാണാം എന്നുള്ള മൈൻഡിലാണ് ഞാൻ സ്ക്രീൻ 6 PVR ലുലു മോളിൽ പോയത്. അപ്പോൾ നിങ്ങൾ കുറേ പേര് വിചാരിക്കേണ്ടാവും അത് സീനോൺ അല്ല. ലൂസിഫർ എന്നുള്ള സിനിമ ഇറങ്ങിയ ദിവസം തൊട്ട് ആ തിയേറ്ററിൽ ഒരു അപ്ഗ്രേഡ് എന്ന് പറയാൻ പറ്റുമെന്ന് അറിയില്ല, എന്തായാലും ബാർക്കോഡ 4K ലേസർ പ്രൊജക്ടർ വെച്ചിട്ടുണ്ട് ഇപ്പം. അപ്പോൾ സീനോൺ മാറ്റി ലേസർ പ്രൊജക്ഷനാക്കി. അതൊരു ഫുൾ അപ്ഗ്രേഡ് എന്നൊന്നും എനിക്ക് പറയാൻ പറ്റില്ല. അതിന് പല കാരണങ്ങളും. ഒന്ന്, അവിടുത്തെ സ്ക്രീൻ അവർ അപ്ഗ്രേഡ് ചെയ്തിട്ടില്ല. രണ്ടാമത് അവിടുത്തെ ഓഡിറ്റോറിയം മൊത്തം അപ്ഗ്രേഡ് ചെയ്തിട്ടില്ല. സീറ്റ്സൊക്കെ ഫുൾ ഒടിഞ്ഞ് കുത്തി കിടക്കുന്ന അവസ്ഥയൊക്കെയാണ്. ഞാൻ ഇരുന്ന സീറ്റ് പോലും വോബിൾ ചെയ്യണമായിരുന്നു, സാധനം സീറ്റ് ഒടിഞ്ഞ് കിടക്കണമായിരുന്നു. സൈഡിലിരുന്ന് വെച്ചാൽ 2 ആൾക്കാരും അങ്ങോട്ടും കൂടെ അനങ്ങും കൂടെ ഒക്കെ എൻ്റെ സീറ്റ് കിടന്ന് ഇളകുകയായിരുന്നു. അങ്ങനത്തെ ഭയങ്കര ശോകം അവസ്ഥയായിരുന്നു. പക്ഷേ പ്രൊജക്ഷൻ വാസ് ഡീസെൻറ്റ് എന്ന് ഞാൻ പറയുള്ളൂ. കാരണം ആ ഒരു സ്ക്രീൻ ചെറിയ രീതിയിൽ എനിക്കൊരു മഞ്ഞപ്പ് പോലെ എന്തൊക്കെയോ ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. അത് ഒന്ന് തുടക്കമെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടി നല്ലതായിരിക്കും എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. എന്തായാലും യൂഷ്വലി ഉള്ള ആ ഒരു ദുരന്ത എക്സ്പീരിയൻസ് അല്ലായിരുന്നു. സൗണ്ട് വൈസ് അത്യാവശ്യം ഡീസൻ്റ് ആയിരുന്നു എന്ന് പറയാം. ഡീസൻ്റ് ഞാൻ പറയുള്ളൂ, ഔട്ട് ഓഫ് ദ വേൾഡ് ഒന്നും ഞാൻ പറയില്ല, ഡീസൻ്റ് ആയിരുന്നു. പിന്നെ വാർണർ ബ്രദേഴ്സാണ് ഡിസ്ട്രിബ്യൂട്ടേഴ്സ്. ന്യൂ ലൈൻ സിനിമയുടെ സിനിമയാണ്. അവർ കിടിലൻ പ്രിൻ്റാണ് പൊതുവെ ഇന്ത്യയിലേക്ക് അയക്കാറുള്ളത്. ഇത്തവണയും ദേ ഡിഡിൻ ഡിസപ്പോയിൻറ്റ്. വാർണർ ബ്രദേഴ്സ് താങ്ക് യു സോ മച്ച്. 4K 7.1 IAB 4K 7.1 അറ്റ്മോസ് പ്രിൻ്റാണ് അയച്ചിരിക്കുന്നത്. അറ്റ്മോസ് പ്രിൻ്റ്. എന്നിട്ട് ഇത് ഒരു പ്രോപ്പർ ഒരു കിഡിലൻ അറ്റ്മോസ് തിയേറ്ററിൽ കാണാൻ പറ്റാത്ത വിഷമം എനിക്കുണ്ട് ഫസ്റ്റ് ഡേ തന്നെ. കാരണം മിഡ് നൈറ്റ് പ്രീമിയർ ഈ പറഞ്ഞ സ്ഥലത്തേ ഉണ്ടായിരുന്നുള്ളൂ. വനിതവിന്ദ ഉണ്ടായിരുന്നു, ഞാൻ അവിടെ പോയാനെ. വനിതവിന്ദയിൽ പ്രീമിയർ ഉണ്ടായിരുന്നില്ല. എന്തായാലും ഞാൻ ഡിസപ്പോയിൻറ്റഡ് അല്ല. എന്തായാലും അറ്റ്ലീസ്റ്റ് ഒരു ഡീസൻറ്റ് എക്സ്പീരിയൻസ് എനിക്ക് കിട്ടി. ഔട്ട് ഓഫ് ദ വേൾഡ് ഞാൻ തീർച്ചയായിട്ടും പറയില്ല, ഡീസൻറ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. ഫോർ ദ പ്രൈസ് ഓൾസോ ഇറ്റ് വാസ് ഡീസൻറ്റ്. 190 രൂപയാണ് എനിക്കായത് ടിക്കറ്റിന്, പ്ലസ് ബുക്കിംഗ് ചാർജ് ചേർത്ത് എത്രയോ അത് ഞാൻ ഇവിടെ കാണിച്ചു തരാം. പിന്നെ വീഡിയോയുടെ തുറക്കപ്പോഴും കാണിക്കാറുണ്ടല്ലേ, അതൊന്ന് നോക്കിയാൽ മതി. അപ്പോൾ ഒരു ഡീസൻറ്റ് എക്സ്പീരിയൻസ് ആണ് എനിക്ക് കിട്ടിയത്. മൂവി എങ്ങനെ ഉണ്ടായിരുന്നു വെച്ച് കഴിഞ്ഞാൽ, ഈ സിനിമ ഇസ് ഓൾ അബൌട്ട്
ഓരോരുത്തരുടെ മരണം. കാരണം ഈ സിനിമയെ പറ്റി ഒന്നും അറിയാത്തവർക്ക് ആയിട്ട് ഞാൻ പറയാണ്, നിങ്ങൾ 5 സിനിമയും കണ്ടിട്ട് വന്നാൽ കുറച്ചുകൂടി രസമായിരിക്കും. അത് കണ്ടില്ലെങ്കിൽ കുഴപ്പമില്ല, ഇതൊരു ഇൻഡിവിജ്വൽ മൂവിയായിട്ട് നിങ്ങൾക്ക് കണക്കാക്കാം. പക്ഷേ ഒറ്റൊരു കാര്യം പറഞ്ഞാൽ മതി, ഈ സിനിമയെന്ന് പറഞ്ഞാൽ ഒരിക്കൽ മരിക്കേണ്ടിയിരുന്ന അല്ലെങ്കിൽ ഒരു പ്രത്യേക സാഹചര്യം മൂലം അവിടെയൊക്കെ മരണപ്പെടേണ്ടിയിരുന്ന ആൾക്കാർ മരണത്തിനെ ചീറ്റ് ചെയ്ത് അല്ലെങ്കിൽ മരണപ്പെടാതെ രക്ഷപ്പെട്ടു പോകുന്നവർ പിന്നീട് ഓരോ രീതികളിൽ ഓരോ സാഹചര്യത്തിൽ മരണപ്പെടുന്നതാണ് ഈ സിനിമ. അപ്പോൾ ഡെത്ത് ഇവർക്ക് വേണ്ടി വരുന്നതായിട്ടുള്ള ഒരു ടൈപ്പാണ്. ഡെത്തിനെ നമുക്ക് ഇതിനകത്ത് കാണാനൊന്നും പറ്റില്ല, ഒരാളോ ജീവിയോ പ്രേതോ ഒന്നായിട്ടൊന്നും കാണിക്കുന്നില്ല. പക്ഷേ ഡെത്തിനെ ചീറ്റ് ചെയ്യാൻ പറ്റില്ല, ഡെത്ത് എങ്ങനെയും വരും എന്നുള്ള രീതിയിലുള്ള കോൺസെപ്റ്റിലാണ് ഈ പടം പോകുന്നത്. അപ്പോൾ ഈ സിനിമ കാണുന്നവരും ഈ സിനിമയുടെ ഫാൻസ് ആയിട്ടുള്ളവരും ഈ സിനിമ ആസ്വദിക്കുന്നവരും കാണാൻ വരുന്നത് ഓരോരുത്തരുടെ മരണം, ഡിഫറെൻറ്റ് രീതിയിലുള്ള മരണം എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ നിങ്ങൾ എന്നെ ഒന്ന് സൈക്കോ ആയിട്ടൊന്നും കാണരുത്, സിനിമ മാത്രമായിട്ട് കാണുന്ന ഒരാളാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ഫാൻ ബേസ് എന്ന് പറഞ്ഞാൽ തന്നെ അതാണ്. അതായത് ഇപ്പോൾ എങ്ങനെയായിരിക്കും ഇയാൾ മരണപ്പെടാൻ പോകുന്നത്, അല്ലെങ്കിൽ ഡെത്തിനെ ചീറ്റ് ചെയ്ത ആൾ എങ്ങനെയായിരിക്കും മരണപ്പെടാൻ പോകുന്നത്, അതൊക്കെയാണ് ഈ സിനിമ നമ്മളെ കാണിച്ചു തരുന്നത്. അപ്പോൾ എല്ലാവരും ഉറ്റുനോക്കുന്നത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മരണമാണ്. ഇത് പറയുമ്പോൾ എനിക്കറിയാം ചിലവർ ഇതെന്ത് പടം അറിയാമെന്നൊക്കെ വിചാരിക്കും, പക്ഷേ ഇതൊരു ഫൺ പടമാണ്. ഉള്ള കാര്യം പറയാം, ഭയങ്കര ഫൺ പടമാണ്. ഇപ്പോൾ ഇതുപോലെ ഇതിനെ ബേസ് ചെയ്ത് വേറെ കുറേ ഗെയിമുകൾ വന്നിട്ടുണ്ട്. റീസെൻ്റ്ലി അൺടിൽ ഡോൺ എന്നുള്ള സിനിമയിലും ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കിൽസാണ്. ഇപ്പോൾ ഈ ജെയ്സൺ എന്ന് പറഞ്ഞ ഒരു ക്യാരക്ടറുണ്ട് ഫ്രൈഡേ ദി 13th. ആ പുള്ളിക്കാരൻ്റെ ആ ഒരു ക്യാരക്ടറിനെ പടം കാണാൻ പോകുമ്പോൾ ഓരോരുത്തർ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡെത്താണ്. ഇപ്പോൾ റോങ് ടേൺ, അല്ലെങ്കിൽ നമ്മുടെ എന്തായാലും പറയണത്, ഈ സിനിമകളെല്ലാം അതാണ്. അതായത് ഡിഫറെൻറ്റ് രീതിയിലുള്ള മരണങ്ങൾ. നൈറ്റ് മെയർ ഓൺ എൽം സ്ട്രീറ്റ്, ഫ്രെഡി വേഴ്സസ് ജേസൺസ് പടമൊക്കെ ഉണ്ട്. അങ്ങനെ പിന്നെ ചൈൽഡ്സ് പ്ലേ, ഇങ്ങനെ കുറേ സിനിമകളുണ്ട്. ഇത് സ്ലാഷർ മൂവീസ് നിങ്ങൾക്ക് വേണമെങ്കിൽ പറയാം. ഫൈനൽ ഡെസ്റ്റിനേഷൻ പക്ഷേ ഒരു ലീഗ് അപ്പാർട്ടാണ്, ഒരു ഡിഫറൻറ്റ് സാധനമാണ്. അപ്പോൾ ഇതിനകത്ത് ബേസിക്കലി എല്ലാവരും കാണാൻ വരുന്ന വ്യൂവേഴ്സ് ഉറ്റുനോക്കുന്നത് ആ ഒരു ഡിഫറെൻറ്റ് രീതിയിലുള്ള മരണപ്പെടലുകളാണ്. അത് ഭയങ്കര രസമായിട്ട് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഓൾറെഡി നേരത്തെ 5 പടങ്ങളുണ്ട്, ഇത് 6ാമത്തെ സിനിമയാണ്. 4th പടവും 5th പടവും 3D ആയിരുന്നു. എൻ്റെ അഭിപ്രായത്തിൽ ഈ സിനിമ 3D ആക്കാമായിരുന്നു എന്ന് എനിക്ക് തോന്നിപ്പോയി. 4ഉം 5ഉം ഞാൻ ഈ സിനിമ എല്ലാം ഓൾമോസ്റ്റ് എല്ലാം ഞാൻ തിയേറ്ററിൽ കണ്ടതാണ്. റേറ്റഡ് പടമാണ്, ഭയങ്കര വയലൻസാണ്. പണ്ടത്തെ സിനിമകളിലൊക്കെ ന്യൂഡിറ്റി വരെ ഉണ്ടായിരുന്നു. ഇവിടെ ഇപ്പോൾ ഒബ്വിയസ്ലി ഇതിനകത്ത് ഈ സിനിമ ഞാൻ ന്യൂഡിറ്റി ഒന്നും കണ്ടില്ല, പക്ഷേ ഉണ്ടോയെന്നറിയില്ല, കട്ട് ചെയ്ത് കളഞ്ഞാണോ സെൻസർ ചെയ്ത് കളഞ്ഞാണെന്നൊക്കെ എനിക്ക് അറിയാൻ പാടില്ല. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഞാൻ ഇതിനകത്ത് കണ്ടില്ലായിരുന്നു. കാരണം ഈ സിനിമയുടെ പാർട്ട് 1 നോക്കുകയാണെങ്കിൽ എല്ലാവർക്കും സിമ്പിളായിട്ട് പറയാൻ പറ്റുന്നതാണെങ്കിൽ പാർട്ട് 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്ലെയിനകത്തുള്ള ഒരു ടൈപ്പ് ഓഫ് ഒരു ആക്സിഡൻ്റാണ്. പാർട്ട് 2 വളരെ ഫേമസ് ആയിട്ടുള്ള വണ്ടിയുടെ മുകളിൽ ഇങ്ങനെ തടി കൊണ്ടുപോകുന്നൊരു വണ്ടിയിൽ നിന്ന് തടി വീഴുന്നൊരു സാധനമുണ്ട്. അതൊരു ന്യൂ ഫിയർ അൺലോക്ക്ഡ് എന്നുള്ള രീതിയിലുള്ള സാധനമായിരിക്കും നിങ്ങൾക്ക് ഓരോ സിനിമയ്ക്കകത്ത് കാണുമ്പോഴേക്കും. 3rd പടം എടുത്ത് നോക്കുകയാണെങ്കിൽ 3rd പടത്തിനകത്ത് റോളർ കോസ്റ്ററാണ്. അത് ന്യൂ ഫിയർ അൺലോക്ക്ഡ് റോളർ കോസ്റ്ററായിരുന്നു. ഓരോ സിനിമകളും നിങ്ങൾക്ക് ഓരോ ഫിയർ അൺലോക്ക് ആവും, ആ രീതിയിലുള്ളൊരു സാധനം. ചിലവർക്കെങ്കിലും അത് അൺലോക്ക് ആവും, എനിക്ക് അങ്ങനെ തോന്നാറുണ്ട്. 4th പടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും 4th പടം എന്തായിരുന്നു? 4th പടം പെട്ടെന്ന് എനിക്ക് ഓർമ്മയില്ലല്ലോ. 4th പടം എന്തായിരുന്നു? 4th പടത്തിൽ ഒരു കാര്യം എനിക്ക് ഓർമ്മയുണ്ട്. അല്ല 4th പടമല്ല, 3rd പടം ലെജൻഡ്സ് വില്ലിനോ ഒരു ടാനിങ് റൂമിൽ പോണ സീനുണ്ട്, അതാരും മറക്കൂല എന്തായാലും, അത് അത്രയും ഫേമസ് ആയിരുന്നു. 4th പടം എന്തായിരുന്നു? 4th പടം എനിക്ക് പെട്ടെന്ന് ഓർമ്മ കിട്ടുന്നില്ല, 3D ആയിരുന്നു, അതെനിക്കറിയാം. 5th പടത്തിനകത്ത് ഒരു പാലത്തിന് മുകളിലുള്ള ഒരു സംഭവമാണ്, ഒരു ബ്രിഡ്ജ് ആക്സിഡൻ്റാണ്. 4th പടം എന്താ? ആർക്കെങ്കിലും ഓർമ്മയുണ്ടെങ്കിൽ പറ, 4th പടം എന്തായിരുന്നു? പെട്ടെന്ന് എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല കേട്ടോ. എന്തായാലും 6th പടം അതെന്താണെന്ന് ഞാൻ കഥ പറയാനുള്ളത്, നിങ്ങൾ പോയി കണ്ടു നോക്ക്. ഒരു കാര്യം പറയാം, ഹൈറ്റുള്ള സ്ഥലങ്ങൾ നിങ്ങൾക്ക് ചിലപ്പോൾ ന്യൂ ഫിയർ അൺലോക്ക്ഡായി വരും. ഹൈറ്റ് പേടിയുള്ളവർ, വേർട്ടിഗോ ഉള്ള ആൾക്കാർക്ക് ഈ പടം സീനായിരിക്കും. അത് നല്ല രീതിയിൽ എടുത്തു വെച്ചിട്ടുണ്ട്. കുറച്ച് ഫ്ലോസൊക്കെ എനിക്ക് തോന്നിയ ഫ്ലോസ് ഞാൻ പറഞ്ഞുതരാം. ഭയങ്കര എൻ്റർടൈനിങ് ആയിട്ടുള്ളൊരു സിനിമയാണ്. 1.5 മണിക്കൂർ പോയത് അറിഞ്ഞു പോലുമില്ല. അതൊക്കെ കിടുവാണ്, എല്ലാമാണ്. മ്യൂസിക് മറ്റേ മറിച്ചൊക്കെ സൂപ്പർ തന്നെ. പക്ഷേ 2 കാര്യങ്ങൾ എനിക്ക് ഫ്ലോ ആയിട്ട് ഫീൽ ചെയ്ത്. ഒന്ന്, ചില CGI, ചില ബാക്ക്ഗ്രൗണ്ട് എനിക്ക് പഴയ കാലഘട്ടം കാണിച്ചപ്പോഴൊക്കെ ഇച്ചിരി ഗ്രാഫിക് പ്രശ്നം തോന്നി, ഭയങ്കര ആർട്ടിഫിഷ്യലായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. പക്ഷേ ചില സീക്വൻസസ് കിട്ടുമായിരുന്നു. അപ്പം നമുക്ക് അത് അത്ര ശ്രദ്ധിച്ചാലൊക്കെ മനസ്സിലാവുള്ളൂ. പിന്നെ ഉള്ളത് ഇതിലെ നടീനടന്മാരുടെ പെർഫോമൻസാണ്. ഒരുമാതിരി
അഭിനയം അറിയാൻ പാടാത്ത ആൾക്കാരൊക്കെ വന്ന് അഭിനയിക്കുന്ന ഒരു ഫീലൊക്കെ തോന്നും. പക്ഷേ അതിലേക്ക് ചിന്തിക്കാനുള്ള അവസരം കൊടുക്കണം. കാരണം ഈ സിനിമ എന്ന് പറഞ്ഞാൽ അഭിനയിച്ച് ബലിപ്പിക്കേണ്ട പടമൊന്നുമല്ല. ഇത് മൊത്തം അബൌട്ട് വരാൻ പോണ എല്ലാവരും എങ്ങനെ മരിക്കും എന്നുള്ള ഒരു സാധനമാണ്. അപ്പോൾ ആ സംഭവങ്ങളൊക്കെ നല്ലതായിരുന്നെങ്കിൽ പോലും ഇവരുടെ ആക്ടിങ് ശ്രദ്ധിച്ച് നോക്കിയാൽ എല്ലാവരും ഒരുമാതിരി ക്രിഞ്ച് ടൈപ്പ് അല്ലെങ്കിൽ എന്തോ പോലത്തെ ഒരു ആക്ടിങ് നമുക്ക് ഫീൽ ചെയ്യും. ഒരു സീരിയൽ ലെവൽ ആക്ടിങ് എന്നൊക്കെ നമുക്ക് തോന്നിപ്പോകുന്ന രീതിയിലുള്ള കുറച്ച് ഓവർ ആക്ടിങ് പോലെയൊക്കെ എനിക്ക് ഫീലായി. അതിനകത്ത് ഒരു മച്ചാനുണ്ട്, ഒരു ടാറ്റു ആർട്ടിസ്റ്റായിട്ട് കാണിക്കുന്ന മച്ചാനുണ്ട്, മൂക്കിൽ സെപ്റ്റംബർ സിംഗ് ഒക്കെ ചെയ്ത ആൾ. ആ മച്ചാൻ വെറുതെ പൊളിയായിരുന്നു, ഒന്നും പറയാനില്ല, കിടുവായിരുന്നു. പിന്നെ ഇതിൻ്റെ സിനിമയുടെ തുടക്കം ഒരു ആക്ട്രസിനെ കാണിക്കും. ആ ആക്ട്രസിനെ ബന്ധപ്പെടുത്തിയാണ് ഫുൾ പടം. ആ ആക്ട്രസ് നമ്മുടെ ദ ബോയ്സ് എന്ന് പറഞ്ഞ സീരീസിനകത്തുള്ള സ്റ്റാർലൈറ്റില്ലേ, പുള്ളിക്കാരി പോലെ ഇരിക്കുന്ന ഒരു ആക്ട്രസ് ഉണ്ട്, പേരറിയില്ല. ഇതിനകത്ത് ഒരു ആക്ടറിൻ്റെ പേര് എനിക്കറിയത്തില്ല. കാരണം വെച്ചാൽ എല്ലാവരും ഫ്രഷ് ഫേസസ് ആണെന്നുകൊണ്ട് ഞാൻ കണ്ടിട്ടില്ല അറ്റ്ലീസ്റ്റ്. ഈവൻ ഇതിൻ്റെ ഡയറക്ടേഴ്സിനെ എനിക്ക് ഒരു പിടുത്തമില്ലാത്തവരാണ്. ഇന്നേ വരെ ഭയങ്കര അറിയപ്പെടുന്ന ഒരു സിനിമ ചെയ്ത ആൾക്കാരൊന്നും അല്ല. എന്നിട്ട് കൂടി ന്യൂ ലൈൻ സിനിമ അവർക്കൊരു അവസരം കൊടുത്തു. ഐമാക്സ് ക്യാമറ റെൻ്റ് ഔട്ട് ചെയ്യാൻ ഉള്ള ഓപ്ഷൻ അവരെടുത്തു കൊടുത്തു, ഒക്കെ ഉണ്ട്, വൃത്തിക്ക് ചെയ്തു വെച്ചിട്ടുണ്ട്. പക്ഷേ എൻ്റെ ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ ഈ സിനിമ എൻ്റെ മനസ്സിൽ വൺ ടൈം വാച്ച് ആയി പോകാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ബാങ്കബിൾ ആയിട്ടുള്ള ആക്ടേഴ്സ് ഇല്ലാതെ പോയി എന്നുള്ളതാണ്. അതായത് കുറച്ചും കൂടി ഒരു തവണ കൂടെ കാണുമെന്ന് തോന്നിക്കാൻ മാത്രം ഈ സിനിമയുടെ സംഭവങ്ങളുണ്ട്. പക്ഷേ ഇതിൽ ആക്ടേഴ്സ് കുറച്ചുകൂടി സുപരിചിതരായിരുന്നെങ്കിൽ നമുക്ക് കുറച്ചും കൂടി കണക്റ്റ് ആവുമായിരുന്നു എന്നൊക്കെ എനിക്ക് ഫീലായി. ഒരാളെപ്പോലും പരിചയമില്ലാത്ത അവസ്ഥയായിപ്പോയി, അതാണ്. അതേസമയം നമ്മൾ ഈ ഫൈനൽ ഡെസ്റ്റിനേഷൻ 5 ഒക്കെ എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് നമ്മുടെ സൈക്ലോപ്സ് ഒക്കെ ആയിട്ട് അഭിനയിച്ച മച്ചാനല്ലേ, എക്സ്മെല്ല മച്ചാനൊക്കെ അതിനകത്തുണ്ട്. അപ്പോൾ പിന്നെ അതുപോലെ ഇപ്പോൾ ഈ ഫൈനൽ ഡെസ്റ്റിനേഷൻ 1 എടുത്ത് നോക്കി കഴിഞ്ഞാൽ അമേരിക്കൻ പൈല നമ്മുടെ മച്ചാനുണ്ട്. അങ്ങനെ കുറേ പേരുണ്ട്. ഈവൻ ആലിസ് ഇവല്ല, നടിയുടെ പേര് ഞാൻ മറന്നുപോയി. പുള്ളിക്കാരിയൊക്കെ സ്ക്രീനിലൊക്കെ അഭിനയിച്ചിട്ടുള്ള നടിയാണ്. പുള്ളിക്കാരിനെയൊക്കെ നമുക്ക് പരിചയമുണ്ട്, അതാണ് സംഭവം. ഈവൻ ഏതെങ്കിലും ഒരു സിനിമ എടുത്ത് നോക്കി ഒരാളെങ്കിൽ നമുക്ക് പരിചയം തോന്നും. ഇതിനകത്ത് ഒറ്റ ഒരാളെ പരിചയം തോന്നിയുള്ളൂ, ഫൈനൽ ഡെസ്റ്റിനേഷൻ 6. അതും ഫൈനൽ ഡെസ്റ്റിനേഷൻ ബാക്കിയുള്ള സിനിമകൾ കണ്ടാൽ മാത്രമേ പുള്ളിയെ നമുക്ക് മനസ്സിലാവുള്ളൂ ആരാണ് എന്താണെന്നൊക്കെ. ഇതിനകത്തൊരു എക്സ്പ്ലനേഷൻ നൽകുന്നുണ്ട്, പക്ഷെ എന്നാലും ഇതൊക്കെയാണ് എനിക്ക് സിനിമയെ പറ്റി തോന്നിയത്. അപ്പോൾ ഇത് 4DX ഒരു ലേസർ 4DX ആണെങ്കിൽ എടുത്തു പറയാണ്, ഒരു ലേസർ 4DX. കൊച്ചി 4DX ഇസ് നോട്ട് ലേസർ പ്രൊജക്ഷൻ. അതുകൊണ്ട് ഐ കൻ നോട്ട് റെക്കമെൻഡ് ദാറ്റ് 4DX. എൻ്റെ അഭിപ്രായത്തിൽ ബാംഗ്ലൂരിലുള്ള PVRന് തന്നെയുള്ള 4DXോ അല്ലെങ്കിൽ ഡൽഹിയോ വേറെ എവിടെയെങ്കിലും അല്ലെങ്കിൽ ഈവൻ ട്രിവാൻഡ്രത്തുള്ള 4DX ലേസറാണെന്ന് തോന്നുന്നു. അങ്ങനെയാണെങ്കിൽ 4K ലേസർ ഉള്ള 4DX പലയിടങ്ങളിൽ ഇന്ത്യയിലുണ്ട്. അവിടെ നിങ്ങൾക്ക് ഇത് പൈസയ്ക്ക് മുതലായിരിക്കും എന്നാണ് എനിക്ക് ഫീൽ ആവുന്നത്. കൊച്ചിയിൽ 199 or 229 ഓഫറിൽ കിട്ടണമെങ്കിൽ ഓക്കെ, അല്ലാതെ ഐ കനോട്ട് റെക്കമെൻഡ് ദ വെന്യൂ അൺടിൽ ആൻഡ് അൺലെസ് ദേ അപ്ഗ്രേഡ് ടു 4K ലേസർ. വേണ്ട 4K ലേസർ ഇല്ലെങ്കിൽ പോലും ഒരു 2K ലേസർ സിസ്റ്റം ആയിട്ടെങ്കിലും അപ്ഗ്രേഡ് ചെയ്യുന്നവരെ ഐ കനോട്ട് റെക്കമെൻഡ് ദാറ്റ് വെന്യൂ എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം. പിന്നെ അവിടുത്തെ ആ റെഡ് ലൈറ്റിൻ്റെ ഇഷ്യൂ, ഗ്രീൻ ലൈറ്റിൻ്റെ ഇഷ്യൂ, അത് 3D പടമാണെങ്കിൽ ഗ്രീൻ ലൈറ്റ് എക്സിറ്റ് എന്ന് പറഞ്ഞ് വെച്ചേക്കുന്ന സാധനം കണ്ണിൽ വീഴുന്നുണ്ട്. ഞാൻ പോയി എപ്പോഴൊക്കെ എനിക്ക് 4DX പോയപ്പോൾ എനിക്ക് അനുഭവം ഉണ്ടായിട്ടുണ്ട്. ജുറാസിക് വേൾഡ് ഡൊമിനിയനിൽ ഭയങ്കര കൂടുതലായിട്ട് എനിക്ക് ഫീൽ ചെയ്തതാണ്. പിന്നെ സ്ക്രീനിൽ സ്റ്റെപ്പിൽ നിന്നുള്ള ലൈറ്റൊക്കെ അടിച്ച് വരുന്നത് ഭയങ്കര ശോകടി. അത് ഇവിടെ ഉണ്ടായിരുന്നു, വേണമെങ്കിൽ ഞാൻ കാണിച്ചു തരാം. ഇവിടെയും ആ ഒരു പ്രശ്നം, സ്ക്രീൻ ബ്ലാക്ക് ആവുന്ന സമയത്തൊക്കെ ആ റെഡ് ലൈറ്റ് നമുക്ക് കാണാൻ പറ്റും. അതെന്തെങ്കിലും ചെയ്യണം. അത് PVR ഫോർമോളിൽ ഒരിക്കലും ഫീൽ ചെയ്തിട്ടില്ല. ഈവൻ ഒബ്രോമോളിൽ പോലും അത്രയും ഫീൽ ആയിട്ടില്ല. ഇവിടെ ഭയങ്കര കൂടുതലായിട്ടാണ് എനിക്ക് തോന്നണം. എന്തെങ്കിലുമൊക്കെ ചെയ്ത് ഡിമ്മി ചെയ്യുക, എന്തെങ്കിലുമൊക്കെ ചെയ്യണം. അത് മാത്രമല്ല ഈ ഫുൾ PVR ലുലു മൊത്തത്തിൽ റിനോവേറ്റ് ചെയ്യേണ്ട സമയം ഹൈലി അതിക്രമിച്ചു എന്നുള്ളത് ഞാൻ പറയാൻ ഒരു നിവൃത്തിയില്ലാത്തതുകൊണ്ടാണ് സത്യം പറയാതെ ഞാനിവിടെ പോയി കണ്ടത്. ഇപ്പോൾ ഫോർമോളിലെ ടിക്കറ്റ് പ്രൈസ് കുറച്ചുകൂടി അഫോർഡബിൾ ആയിരുന്നെങ്കിൽ ഞാൻ അവിടെ പോകില്ലായിരുന്നു. ബ്ലാക്ക് ബാർ ഉണ്ടെങ്കിൽ പോലും അവിടെ ഞാൻ പോകില്ലായിരുന്നു. കാരണം ഇവിടുത്തെ അവസ്ഥ അങ്ങനെ തന്നെയാണ്. ഇവിടെ മൊത്തത്തിൽ റിനോവേറ്റ് ചെയ്യേണ്ട ടൈം കഴിഞ്ഞ് അതിക്രമിച്ചു എന്നാണ് എൻ്റെ സ്ട്രോങ് ഒപ്പീനിയൻ. എനിക്കങ്ങനെയാണ് ഫീൽ ആവുന്നത്. നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യുക. എന്തായാലും ഫൈനൽ ഡെസ്റ്റിനേഷൻ 6 വാസ് എ വർതി വാച്ച്. ഇറ്റ് വാസ് ഗുഡ്, ബട്ട് ഐ വിഷ് ഐ കുഡ് ഹാവ് വാച്ച്ഡ് ഇറ്റ് ഇൻ IMAX. എനിക്കങ്ങനെ ശരിക്കും തോന്നിപ്പോയി. 1.5 മണിക്കൂർ IMAXിൽ കാണുമ്പോൾ, അതും 1.5 മണിക്കൂറിൽ 45 മിനിറ്റോളം ഫുൾ സ്ക്രീൻ എന്ന് പറയുമ്പോൾ ഇവിടെ കിടുമായിരുന്നു തന്നെ. അതും അവിടുത്തെ ആ സൗണ്ട് അതിവിടക്ക് ആർക്കും എനിക്ക് തോന്നണില്ല സെറ്റാവുന്നു. ഐ സീരിയസ്ലി ഡൗട്ട് ഇറ്റ്. എന്തായാലും IMAXിൽ കണ്ട ആരെങ്കിലും പുറം രാജ്യത്ത് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടായിരുന്നുള്ള. പുറം രാജ്യത്തുള്ള നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, മേക്ക് യൂട്ടിലൈസേഷൻ ഓഫ് ദ 45 minutes എക്സ്പാൻഡഡ് ആസ്പെക്ട് റേഷ്യോ. കാരണം ഈ സിനിമ ഫിലിംഡ് ഫോർ IMAX ആണ്, യൂസിങ് IMAX ക്യാമറാസ്. ഏത് ഫിലിം ക്യാമറ അല്ല, നമ്മുടെ ഫിലിം ക്യാമറ വെച്ച് എടുത്താണെന്ന് അറിയില്ല. എനിക്ക് തോന്നുന്നില്ല ഫിലിം ക്യാമറ ഡിജിറ്റൽ ക്യാമറയിലാക്കി കൊടുത്തേക്കണം.
അല്ലെങ്കിൽ മറ്റേ എന്താ പറയുക ഫിലിംഡ് വിത്ത് ഐമാക്സ് ഫിലിം ക്യാമറാസ് എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. എന്നാലും ഞാൻ പറയണേ, എന്നാലും ഇവിടെ ടോപ്പ് ഗണ്ണൊക്കെ എടുത്തത് ഡിജിറ്റൽ ക്യാമറ വെച്ചിട്ട് തന്നെ, പക്ഷേ എന്ത് രസമായിരുന്നു. അപ്പോൾ ഐ റെക്കമെൻഡ് ഔട്ട്സൈഡ് ഇന്ത്യ പീപ്പിൾ ടു വാച്ച് ഇൻ ഐമാക്സ്. അതാണ് എനിക്ക് പറയാനുള്ളത്. ഇവിടെ വേറെ നിവർത്തിയില്ല, എന്തായിരുന്നെങ്കിൽ കണ്ടാനെ. ഇത് നമ്മുടെ വീഡിയോസ് കണ്ടിട്ടാണെങ്കിലും അല്ലെങ്കിൽ ആരുടെയെങ്കിലുമൊക്കെ അഡ്വൈസസ് കേട്ടിട്ടോ അല്ലെങ്കിൽ റിക്വസ്റ്റ് കേട്ടിട്ട് 2 ദിവസമെങ്കിൽ 2 ദിവസം അല്ലെങ്കിൽ ഒരു ഷോ എങ്കിലും ഇടരുത്. ഇത് സിനിമ നിങ്ങളുടെ സ്വന്തം സാധനമല്ല, ഐമാക്സിൻ്റെ സ്വന്തം എക്യുപ്മെൻറ്റ് വെച്ച് ചെയ്തിരിക്കുന്ന ഒരു സിനിമയല്ല. അത് സ്വന്തമായിട്ട് നിങ്ങളുടെ തിയേറ്ററിൽ കളിച്ചില്ലെങ്കിൽ പിന്നെ എന്തുവാടേ 4DX കളിക്കുന്ന പടമാണോ അത്, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സ്ഥലത്ത് കാണേണ്ട പടമാണോ? നിങ്ങളുടെ ഫിലിം ഫോർ ഐമാക്സ് ടാഗുള്ള പടം നിങ്ങൾ ഐമാക്സിൽ ഇട്ടില്ലെങ്കിൽ എന്തോന്നല്ലേ എനിക്ക് മനസ്സിലാവണില്ല. എന്തായാലും എനിക്ക് പറയാനുള്ള ഞാൻ പറഞ്ഞു. ശരി, ഇപ്പം ഞാൻ പോയി കിടന്ന് ഉറങ്ങട്ടെ. ഇപ്പോൾ സമയം രാവിലെ 3:45. സിനിമ തുറന്നത് എന്തോ 2:15 കഴിഞ്ഞപ്പോഴാണ്. പിന്നെ PVR ആഡ് അറിയാമല്ലോ, 11:59 ഷോ പറഞ്ഞിട്ട് സിനിമ തുടങ്ങിയത് 12:15 ആയപ്പോഴും കണ്ടു. ഓക്കെയാണ്. എനിവേസ്, ബൈ ബൈ.